കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും പ്രതീക്ഷയോടുകൂടി നോക്കിയ ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഗതാഗത വകുപ്പ് മന്ത്രിയായി വന്നിട്ടുള്ള ഗണേഷ് കുമാറുമാണ്. KSRTC നഷ്ടത്തിലേക്ക് വിടില്ല, KSRTCയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് സാധാരണക്കാരായ ജനങ്ങൾ പോലും പ്രതീക്ഷിച്ചു. ശമ്പളം നൽകുന്നതും പെൻഷൻ നൽകുന്നതും വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ടാണ് ആ ഒരു സർക്കാർ മുന്നോട്ട് പോയത്. എന്നാൽ പലപ്പോഴും പലരും അല്ലെങ്കിൽ പല രാഷ്ട്രീയ കേരളം ഒന്നടങ്കം പറഞ്ഞു KSRTCയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗണേഷ് കുമാർ കുറെ പണിയെടുത്തു, പൂർണ്ണമായി അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. പുതിയ സർക്കാർ അധികാരത്തിലേക്ക് വന്ന് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രിയദർശിനി എന്ന പേരിൽ വനിതകൾക്ക് സൗജന്യ യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവരും പറഞ്ഞത് KSRTCയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞ സർക്കാരിൽ ഗണേഷ് കുമാർ മന്ത്രി ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇപ്പൊ ഏറ്റവും പുതിയതായി വരുന്നത് KSRTC ബസ് വാങ്ങിയതിൽ പോലും തട്ടിപ്പുണ്ടായിരുന്നു. നമുക്കറിയാം, അതിനു മുൻപ് തന്നെ ആന്റണി രാജുവുമായി ബന്ധപ്പെട്ട് KSRTC സ്വിഫ്റ്റ് ബസ്സുകളുടെ കാര്യത്തിലൊക്കെ വലിയ വിവാദം ഉണ്ടാവുകയും അത് ഒരേ സഭയിൽ തന്നെ ഗണേഷ് കുമാറാണ് അത് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അത്തരം ആരോപണങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇപ്പൊ പുതിയതായി വരുന്നു KSRTC ബസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബസ് വാങ്ങി ഒരേ ദിവസം വാങ്ങിയ ബസ്സുകൾ പോലും വിലയിൽ വലിയ വ്യത്യാസമെന്ന് ചിരിച്ചുകൊണ്ട് ഗണേഷ് കുമാർ കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നു. തീർച്ചയായും കഴിഞ്ഞ 10 വർഷക്കാലം 3 മന്ത്രിമാരാണ് ഇടതുപക്ഷ സർക്കാരിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് AK ശശീന്ദ്രൻ, അതായത് NCP നേതാവായിരുന്ന AK ശശീന്ദ്രനായിരുന്നു കൈകാര്യം ചെയ്തത്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2.5 വർഷക്കാലം ആന്റണി രാജുവും 2.5 വർഷക്കാലം ഗണേഷ് കുമാറുമാണ്. കേരളത്തിലെ ആളുകൾ സ്വതവേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗണേഷ് കുമാർ വന്നാൽ KSRTCയെ രക്ഷപ്പെടുത്താൻ കഴിയും, അദ്ദേഹത്തിന് ചില ഗിമ്മിക്കുകളൊക്കെ അറിയാം. ഗണേഷ് കുമാർ KSRTCയുടെ കാര്യത്തിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അദ്ദേഹത്തിന്റെ ഒരു നേതൃത്വത്തിൽ KSRTCയെ രക്ഷപ്പെടുത്താൻ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് KSRTCയിലെ തൊഴിലാളികൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരു കൊടിയ അഴിമതിയുടെ കഥയാണ്. KSRTCയുടെ പുതിയ ബസ്സുകൾക്ക് ഷാസി വാങ്ങിയ കേസുമായി ബന്ധപ്പെട്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഒരേ ദിവസം വാങ്ങിയ ഒരേ ബോഡികൾക്ക് അല്ലെങ്കിൽ ഒരേ ദിവസം വാങ്ങിയ ഒരേ സാധനത്തിന് വിവിധ വിലയാണ് രേഖപ്പെടുത്തിയത്. ഇത് അഴിമതിയുടെ ബാക്കി പത്രമാണ്. നേരത്തെ എല്ലാം കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ചു വന്നിരുന്ന ഈ ഗണേഷ് കുമാറിന്റെ പിതാവ് ബാലകൃഷ്ണ പിള്ളയായിരുന്നു പരമ്പരാഗതമായി UDF അധികാരത്തിൽ വരുമ്പോൾ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്തത്. അന്ന് വ്യാപകമായി ഉയർന്ന ഒരു കാര്യമുണ്ട്, 10 ബസ്സിന്റെ ഷാസി വാങ്ങിയാൽ 1 ഫ്രീ ആയിട്ട് കിട്ടും. ഈ 10 എണ്ണം KSRTCക്കും 1 ബാലകൃഷ്ണ പിള്ളയുടെ സ്വന്തക്കാരനും ആ രൂപത്തിൽ ഒരു സ്വകാര്യ ബസ്സിന്റെ പേരൊക്കെ വെച്ചിട്ട് ഇത് ഇന്ന രൂപത്തിൽ വാങ്ങിയതാണൊക്കെ അന്ന് ആരോപണം വരുന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ആരോപണം സർക്കാർ ഖജനാവിൽ നിന്ന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. KSRTCയെ രക്ഷപ്പെടുത്തിയ വ്യക്തിയാണ് ഗണേഷ് കുമാർ എന്നൊക്കെ ഗണേഷ് കുമാർ പറയുമ്പോൾ, ഗണേഷ് കുമാർ ഇപ്പോൾ MLA പോലുമല്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ ആരോപണങ്ങൾക്ക് ഇത് ആരോപണമല്ല, തെളിവ് സഹിതമാണ് കേരളത്തിലെ ഒരു സ്വകാര്യ ചാനൽ ഇത് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വാർത്തയ്ക്ക് മറുപടി നൽകാനുള്ള ബാധ്യത ഗണേഷ് കുമാറിനുണ്ട്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾക്കുണ്ട്. എന്തായാലും KSRTC നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു വകുപ്പാണ്. പുതിയ സർക്കാർ അധികാരമേറ്റപ്പോൾ ഇപ്പോൾ ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്രത്തോളം ആ സൗജന്യ യാത്രയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമൊക്കെ നമുക്ക് കണ്ടറിയാം. കാരണം ആ സർക്കാരിന്റെ ഒരു പിടിപ്പുകേടല്ല, അത്രത്തോളം നഷ്ടത്തിൽ ഓടുന്ന ഒരു വകുപ്പാണ് KSRTC. അല്ലെങ്കിൽ പൊതുഗതാഗത കേരളത്തിന്റെ അഭിമാന സ്തംഭമാകേണ്ടിയിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSRTC കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അപമാനമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. KSRTCയുടെ മികച്ച സർവീസുകളുണ്ട്, രാത്രികാല സർവീസുകളുണ്ട്, ഇന്റർസ്റ്റേറ്റ് സർവീസുകളുണ്ട്. പക്ഷെ എന്തോ KSRTC ഇപ്പോഴും നഷ്ടത്തിലാണ്. യൂണിയനുകളുടെ അതിപ്രസരം ഇതിനൊരു കാരണമാണെന്നൊക്കെ ഗണേഷ് കുമാർ മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ KSRTCയിലെ 3 അംഗീകൃത യൂണിയനുകളാണുള്ളത്. ഒന്ന് BMS, ഒന്ന് CITU, ഒന്ന് INTUC. ഈ 3 അംഗീകൃത യൂണിയനുകളും ഗണേഷ് കുമാറിന്റെ വാദത്തോട് എതിരെ നിൽക്കുന്ന സമീപനമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ KSRTCയിൽ നടന്ന ഈ പകൽ കൊള്ളക്കെതിരിൽ വിഷയത്തിൽ പുതിയ മന്ത്രിസഭ, പുതിയ വകുപ്പ് മന്ത്രി CP ജോൺ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും, പുതിയ മന്ത്രിസഭ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് പുതിയ മന്ത്രിസഭ തയ്യാറാകുമോ, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കള്ളൻ കപ്പലിൽ തന്നെയുണ്ടോ, അതായത് മന്ത്രിസഭയിൽ ആളുകൾ അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണോ ഈ കളവ് നടത്തിയതെന്നൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട കാര്യമാണ്. എന്തായാലും കേരളത്തിന്റെ ഒരു അഭിമാന സ്തംഭമാകേണ്ടിയിരുന്ന KSRTCയെ നഷ്ടത്തിലാക്കിയ മന്ത്രിസഭയ്ക്കെല്ലാം വലിയ ഉത്തരവാദിത്വം എല്ലാവർക്കും മാറി വന്ന സർക്കാരുകൾ, അതായത് പുതിയ സർക്കാരിനല്ല, മാറി വന്ന സർക്കാരുകൾക്ക് അതിന്റെ ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം കേരളത്തിലെ ഏറ്റവും മികച്ച രൂപത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ഇപ്പോൾ നമുക്കറിയാം, ബാംഗ്ലൂരുവിലേക്കും മംഗലാപുരത്തേക്കും മൈസൂരിലേക്കും ചെന്നൈയിലേക്കും കോയമ്പത്തൂരിലേക്കും അടക്കം ഹൈദരാബാദിലേക്കും അടക്കം സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ലാഭത്തിൽ നിന്ന് ലാഭത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഒരു ബസ്സിൽ സർവീസ് തുടങ്ങിയ കേരളത്തിന്റെ ഈ മേഖല കൈകാര്യം ചെയ്യുന്ന സ്വകാര്യ ബസ്സുകളുണ്ട്.
അതുമാത്രമല്ല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക്, പയ്യന്നൂരിൽ നിന്ന് എറണാകുളത്തേക്ക്, തിരുവനന്തപുരത്തേക്ക് ഇത്തരത്തിൽ നിരവധിയായ സർവീസുകളുണ്ട്. മൂന്നാർ, കണ്ണൂർ, കൊന്നക്കാട് പോലെയുള്ള ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ സർവീസ് പ്രൈവറ്റ് ബസ്സുകളുടെ ആ ബസ്സുകളെല്ലാം ലാഭത്തിലാണ്. പക്ഷേ ഇതേ റൂട്ടിലേക്ക് മൈസൂരിലേക്ക് KSRTCയുടെ സർവീസ് ഉണ്ട്, ബംഗളൂരുവിലേക്കുണ്ട്, ചെന്നൈയിലേക്കുണ്ട്, മംഗലാപുരത്തേക്കുണ്ട്, കോയമ്പത്തൂരിലേക്കുണ്ട്. രാത്രികാല സർവീസുകൾ ഇതേ പറയുന്ന കാസർകോട്ടേക്കുണ്ട്, കൊന്നക്കാട്ടേക്കുണ്ട്, മാനന്തവാടിയിലേക്കുണ്ട്, എല്ലാ സർവീസുകളും. പക്ഷേ പ്രൈവറ്റ് ബസ്സുകൾ ലാഭത്തിലോടുമ്പോൾ ഈ KSRTC ബസ്സുകൾ നഷ്ടത്തിലോടുകയാണ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ, ഒരു ബസ്സിൽ തുടങ്ങിയ ആളുകൾ ഇന്ന് 4-5 ബസ് വാങ്ങി സർവീസ് നടത്തുന്ന ആളുകളെ എനിക്ക് വ്യക്തിപരമായും അറിയാം. അത്തരത്തിൽ ഒരു ബസ്സിൽ തുടങ്ങിയ ആളുകൾ ഇന്ന് 4-5-6 നഷ്ടത്തിലോടുന്ന ബസ് സർവീസുകൾ. ഒരിക്കലും അവൻ രണ്ടാമതൊരു ബസ് വാങ്ങാൻ വിലയില്ല. ആ ബസ്സിലൊന്നും ടിക്കറ്റ് കിട്ടാത്ത, വീക്കെൻഡിൽ ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ടിക്കറ്റ് കിട്ടാതെ ബസ്സുകളുണ്ട്. ആ ബസ്സുകൾ ടിക്കറ്റ് കിട്ടുന്ന MLA കൊണ്ട് വരെ വിളിപ്പിക്കേണ്ട സാഹചര്യമുള്ള ബസ് സർവീസുകൾ ഇന്ന് സർവീസാണ്. പക്ഷേ KSRTC എന്തുകൊണ്ടോ ഇന്നും പഴയ ബസ്സുകളാണ് സർവീസിന് ഉപയോഗിക്കുന്നത്. മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ 12-15 മണിക്കൂർ ഇരിക്കേണ്ട ആളുകൾക്ക് ആ ബസ്സിന്റെ അവസ്ഥ അതിദയനീയമാണ്. പക്ഷെ പുതിയ ഏറ്റവും നൂതന സൗകര്യമുള്ള ബസ്സുകളാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ആ കാലാനുസൃതമായ ഒരു പരിഷ്കാരം KSRTCയിൽ ഉണ്ടായില്ല. പുതിയ ബസ്സുകൾ ഗണേഷ് കുമാറിന്റെ അവസാന കാലത്താണ് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്ന പേരിൽ ഒരു ബസ് വാങ്ങിയത്. ആ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സിൽ സഞ്ചരിക്കാൻ, അതായത് ആ ബസ്സിൽ ഒരു 3 മണിക്കൂർ യാത്രയ്ക്കൊക്കെ ഉതകുന്ന തരത്തിലുള്ള ബസ്സാണ്. ആ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സാണ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്കും, കണ്ണൂരിൽ നിന്ന് ഒരു ഏകദേശം 16-17 മണിക്കൂർ സർവീസ് നടത്തുന്ന മധുരയിലേക്കും ഓടുന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് പ്രീമിയത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അത്തരം ബസ്സുകളൊക്കെയാണ് വാങ്ങിയിട്ട് അഴിമതി നടത്തിയത്. ആ സാഹചര്യത്തിൽ ഒരു പുതിയ നല്ല രൂപത്തിലുള്ള ബോഡിയുള്ള ബസ്സുകളാണ് വാങ്ങിയിരുന്നെങ്കിൽ ആ സർവീസ് ലാഭകരമാക്കാമായിരുന്നു. എന്നിട്ടും ഈ മധുര സർവീസൊക്കെ ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യമാണുള്ളത്. അവിടെയാണ് പുതിയ ഗതാഗത മന്ത്രിയിലും പുതിയ മന്ത്രിസഭയിലും കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നത്. വേളാങ്കണ്ണി സർവീസ് ഉണ്ട്, ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി KSRTCയുടെ സർവീസ് ഉണ്ട്. ആ സർവീസ് ഏറ്റവും ലാഭകരമായ സർവീസാണ്. ആ സർവീസിനൊക്കെ പുത്തൻ വണ്ടികൾ ഉപയോഗപ്പെടുത്തിയാൽ ആ സർവീസ് ആളുകൾ പറയുന്നതാണ് സർവീസ് നിർത്തലാക്കരുത്. ആ സർവീസ്, ആ ബസ്സിൽ പഴയ ബസ് മാറ്റിയിട്ട് അവർ സ്വിഫ്റ്റിന്റെ ഒരു പുതിയ ബസ്സായിരുന്നു സർവീസിന് ഉപയോഗിച്ചത്. ആ ബസ് വേണ്ട, ഞങ്ങൾക്ക് പഴയ ബസ് തന്നെ മതി എന്ന് ആളുകൾ പറയുന്ന സാഹചര്യം. അതുകൊണ്ട് ഇത്തരം പുതിയ ബസ്സുകൾ വാങ്ങിയത്, സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം പോലെയുള്ള ബസ്സുകൾ വാങ്ങിയത് അഴിമതി നടത്താനാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് പുതിയ സർക്കാർ അല്ലേ? തീർച്ചയായും പുതിയ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം കൂടി, KSRTCയുടെ വിഷയത്തിൽ കൂടുതൽ ഒരു ഉത്തരവാദിത്വം കൂടി കിട്ടിയെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം തന്നെ CP ജോൺ, ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നുണ്ടായിരുന്നു, ഒരു ധവളപത്രം KSRTCക്ക് വേണ്ടി ഗതാഗത വകുപ്പ് ഒരു ധവളപത്രം സഭയിൽ വെക്കും 2 മാസത്തിനുള്ളിൽ. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത്, KSRTC സർവീസ് തുടങ്ങിയ കാലം മുതൽ ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇറങ്ങുന്നിടം വരെ എന്താണ് KSRTCക്ക് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായും അതിലെ കണക്കൊക്കെ പെടാനുള്ള സാധ്യതയുണ്ട്. പുതിയ ബസ് വാങ്ങിയതിലുള്ള കണക്ക്, തിരുവനന്തപുരം സിറ്റിയിൽ ഓടുന്ന സിറ്റി ബസ്സുകളുടെ കണക്ക്, അപ്പൊ അത് സ്വിഫ്റ്റ് ബസ്സുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണമാണ് അന്ന് ഗണേഷ് കുമാർ തന്നെ മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഗണേഷ് കുമാർ എന്ന മന്ത്രിയിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നിയത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ തന്നെ ആന്റണി രാജു ആയിരുന്നു ആദ്യത്തെ ഗതാഗത വകുപ്പ് മന്ത്രി. അദ്ദേഹത്തിനെതിരെയാണ് പറയുന്നത് സ്വിഫ്റ്റ് ബസ്സുകൾ നഷ്ടത്തിലാണ്, തിരുവനന്തപുരം സിറ്റിക്കകത്തോടുന്ന സ്വിഫ്റ്റ് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന് ഗണേഷ് കുമാർ തന്നെ പറയുകയുണ്ടായി. അപ്പൊ അത്തരം കാര്യങ്ങൾ ഇദ്ദേഹത്തിന് വലിയ മാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്ന് പറഞ്ഞു ഗണേഷ് കുമാർ തന്നെ പല ആവർത്തി പറഞ്ഞു. KSRTCയെ കുറച്ചെങ്കിലും കരകയറ്റിയത് ഞാനാണെന്ന്. ഇപ്പൊ കരകയറ്റിയതല്ല, വെള്ളത്തിലേക്ക് കൂടുതൽ തള്ളിയിട്ടതാണെന്ന് മനസ്സിലാവുന്നത്. ഇനി പുതിയ സർക്കാർ എന്ത് നിലപാട് ഈ വിഷയത്തിൽ എടുക്കും എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായി മറ്റൊരു ചോദ്യം നിലനിൽക്കുന്ന, ചേട്ടൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, ഇതിന്റെ അകത്ത് ബാക്കി മന്ത്രിമാർ അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് പങ്കുണ്ടോ, അതോ ഗണേഷ് കുമാറിന് മാത്രമാണ്? എനിക്ക് തോന്നുന്നില്ല ഗണേഷ് കുമാർ ഒരാളുടെ അറിവോട് അല്ലെങ്കിൽ മറ്റാരുടെയും അറിവില്ലാതെ ഇത്ര എളുപ്പം നടക്കും എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ അത്തരം ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ സർവീസുകൾ, ഒരുപാട് ബദൽ പദ്ധതികൾ ഉണ്ട് എന്ന് പറഞ്ഞാണ് പുതിയ സർക്കാർ അധികാരത്തിലേറിയത്. കഴിഞ്ഞ ദിവസം CP ജോൺ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിക്കോ മാധ്യമ സ്ഥാപനത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ് സ്പോൺസർ ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങളുടെ പരസ്യം നൽകാം. എത്ര കാലമാണോ നിങ്ങൾ ഈ ബസ് സ്പോൺസർ ചെയ്യുന്നത് അത്രയും കാലം നിങ്ങൾക്ക് പരസ്യങ്ങൾ നൽകാമെന്നൊരു ഓപ്ഷൻ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എങ്ങനെയും KSRTCയെ ലാഭത്തിലേക്ക് കൊണ്ടുവരിക, പുതിയ സർവീസുകൾ കൊടുക്കുക. പിന്നെ ഒരു ഡെവലപ്മെന്റ്, KSRTC ഡെവലപ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനങ്ങൾ, അതിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ KSRTC മന്ത്രിയും
KSRTCക്കും അപ്പുറത്തേക്ക് അല്ലെങ്കിൽ KSRTC ഹെഡ്ക്വാർട്ടേഴ്സും മന്ത്രിക്ക് അപ്പുറത്തേക്ക് ഒരു ജില്ല എടുത്താൽ അവിടുത്തെ MP-മാർ, MLA-മാർ, കോർപ്പറേഷൻ ആണെങ്കിൽ കൗൺസിലർ, മേയർ അങ്ങനെയുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് KSRTC നമുക്ക് നോക്കാം, രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം. അതൊക്കെ പ്രതീക്ഷയാണ് നൽകുന്നത്. പക്ഷെ മറുവശത്ത് ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിൽ ഗണേഷ് കുമാർ എന്ന മന്ത്രി ഇതിലേറെ പ്രതീക്ഷകൾ നൽകിയതാണ് കേരളത്തിന്. അവസാനം അല്ലെങ്കിൽ പുതിയ സർക്കാർ അധികാരത്തിലേറുമ്പോൾ അല്ലെങ്കിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലായ KSRTCയിൽ പോലും പറ്റിപ്പ് നടത്തി അല്ലെങ്കിൽ ഖജനാവിലെ പണം എടുത്തുകൊണ്ട് KSRTCയെ പറ്റിക്കുകയും സാധാരണക്കാരായ ജനങ്ങളെ പറ്റിക്കുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ പുതിയ സർക്കാർ അതിൽ എന്ത് നിലപാടെടുക്കും? ആ വിഷയം എന്തായാലും പരിശോധിക്കേണ്ടത് തന്നെയാണ്. KSRTCക്ക് അങ്ങനെ ഒരു നഷ്ടം കഴിഞ്ഞ സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ അത് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ പുതിയ സർക്കാർ കൃത്യമായി വെറുതെ പറയുകയല്ല, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. അതുകൂടി പുതിയ സർക്കാരിന്റെ കടമയാണ്.